ക്വസ്റ്റ്യൻ നമ്പർ 22 ആണ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 22 നമുക്ക് നോക്കാം. എൻ്റെ അടുത്തൊരു ഐസോമറിക് ഹൈഡ്രോ കാർബൺ ഉണ്ട്, ഫോർമുല തന്നിട്ടുണ്ട്. നെഗറ്റീവ് ബയസ് ടെസ്റ്റിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നെഗറ്റീവ് ബയസ് ടെസ്റ്റ് എന്ന് പറയുമ്പം അതായത് അവിടെ അൺസാച്ചുറേറ്റഡ് സിസ്റ്റം അല്ല, അതായത് ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഉണ്ടാവില്ല. C9H12 എന്ന് പറയുമ്പോൾ മക്കളെ ഇത് C6H5 ആ. ഇതാണ് C6H5. ഇനി C9 അല്ലേ, അപ്പൊ 3 കാർബൺ വേണം എക്സ്ട്രാ. അപ്പൊ ഇതൊക്കെ എന്താ? ഇതൊക്കെ പറ്റും. ഇതൊക്കെ C9H9 C9H12 ആ. നോക്കിയാൽ മതി. അപ്പൊ സാർ ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ടല്ലോ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ത്? ബെൻസീനിലുള്ള ഡബിൾ ബോണ്ടുമായിട്ട് ബയസ് ടെസ്റ്റ് നടക്കൂല, KMnO4 റിയാക്ട് ചെയ്യൂല. നോർമലി ട്രിപ്പിൾ ബോണ്ട് ഉള്ളവരും ഡബിൾ ബോണ്ട് ഉള്ളവരാണ് നെഗറ്റീവ് ബയസ് ടെസ്റ്റ് പ്ലസ് ആയിട്ട് ബയസ് ടെസ്റ്റ് തരിക, പോസിറ്റീവ് കാണിക്കാം. പക്ഷെ അപ്പൊ ഇവരിത് കാണിക്കൂലെന്ന് ചോദിക്കരുത്. ബെൻസീനിലുള്ള ഡബിൾ ബോണ്ടും ഈ ബയസ് അതായത് KMnO4 റിയാക്ട് ചെയ്തിട്ട് പോസിറ്റീവ് ടെസ്റ്റ് തരൂല. ബെൻസീൻ അതിന്റെ എക്സെപ്ഷൻ ആയിട്ട് പഠിക്കണേ. ബാക്കിയുള്ള നോർമൽ ആൽക്കീനും നോർമൽ ആൽക്കൈനുമാണ് പോസിറ്റീവ് ടെസ്റ്റ് തരിക. അപ്പൊ ഇത് നോർമൽ ആൽക്കീൻ അല്ല, ഇത് ബെൻസീൻ റിംഗ്. അത് നിങ്ങൾ നോക്കണ്ട. അരോമാറ്റിക് റിംഗിലുള്ള ബെൻസീൻ റിംഗിലുള്ള ഡബിൾ ബോണ്ട് ബയസ് ടെസ്റ്റ് പോസിറ്റീവ് തരൂല. ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. പക്ഷെ ഇതിന് നിങ്ങൾ കൂട്ടാൻ പാടില്ല, കാരണം ഇതൊരു C9H12. അങ്ങനെ C9H12 കുറെ ആൾക്കാരുണ്ട്. ഇതിന് പകരം ഇങ്ങനെ ചെയ്താം. അതായത് ഇവിടെ 2 കാർബൺ, ഇവിടെ ഈത്തൈലും കൊടുക്കാം, ഇവിടെ ഇങ്ങനെ കൊടുക്കാം, മീത്തൈൽ കൊടുക്കാം. ഇത് C9H12 ആ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ കൊടുക്കാം? ഇതൊരു പോസിബിലിറ്റിയാ, ഇതൊരു പോസിബിലിറ്റി. ഇത് C9H12 ആ. അങ്ങനെ കുറെ പോസിബിലിറ്റികൾ ഉണ്ട്. ഇതൊരു C9H12 ആ. പക്ഷെ നോക്കേണ്ട കാര്യം ദ ടോട്ടൽ നമ്പർ ഓഫ് ഐസോമേഴ്സ് ഫ്രം എബോവ്, അതായത് ഇതിൽ കുറെ പോസിബിലിറ്റി ഉണ്ട്. ഇതല്ലാണ്ട് വേറെ ഉണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ വരക്കാം. ഇതൊക്കെ C9H12 ആണ്. ഓക്കെ. പക്ഷെ അത് മാത്രം നോക്കിയാൽ പോരാ. അപ്പൊ ഇത് വരച്ച കോംപ്ലക്സിൽ ദ ടോട്ടൽ നമ്പർ ഓഫ് ഐസോമേഴ്സ് ഫ്രം എബോവ് വിത്ത് 4 ഡിഫറെന്റ് നോൺ ആലിഫാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അവിടെ നോൺ ആലിഫാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താ? നോൺ ആലിഫാറ്റിക് മീൻസ് പിന്നെ ആരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അതായത് ബെൻസീൻ റിംഗിലോട്ട് വരുന്ന ഇലക്ട്രോഫൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ, അതാണ് ഇവർ ഇതിനെ കൊണ്ട് ഉദ്ദേശിച്ചത്. അതായത് ഒരു ഇലക്ട്രോഫൈൽ വരുമ്പോൾ മക്കൾ ഇങ്ങോട്ട് ഇലക്ട്രോഫൈൽ വരാം, ഇനി ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ഇങ്ങോട്ട് വന്നാലും ഐഡന്റിക്കലാണ്. അപ്പൊ ഇത് ഒരു പ്രൊഡക്റ്റ് പോസിബിലിറ്റി ഉണ്ട്. ഇങ്ങോട്ട് വന്നാലും അത് ഐഡന്റിക്കലാണ്. അപ്പൊ 2 പ്രൊഡക്റ്റ് പോസിബിലിറ്റി ഉണ്ട്. ഇങ്ങോട്ട് വന്നത് വേറെ തന്നെ. അപ്പൊ 3 പ്രൊഡക്റ്റ് പോസിബിലിറ്റി ഉണ്ടാവുക. പക്ഷെ എത്ര ആവണം? എബോവ് വിത്ത് 4 ഡിഫറെന്റ് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കണം. 4 കിട്ടണം. അതുകൊണ്ട് ഇത് എന്ത് ചെയ്യണ്ട? വേണ്ട. ഇത് ആൻസർ. അപ്പൊ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇത് നോക്കിക്കേടാ. ഇവിടെ ഒരു ഇലക്ട്രോഫൈൽ വന്നു. ഇവിടെ ഏതെങ്കിലും ഇലക്ട്രോഫൈൽ നൈട്രേഷൻ ആണെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് NO2+ വരാം. അപ്പൊ ഒരു ഇലക്ട്രോഫൈൽ ഇങ്ങോട്ട് വന്നു എന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പൊ ഈ ഇലക്ട്രോഫൈലും മീത്തൈലും തമ്മിൽ എന്ത് ബന്ധ? ഇത് മീത്തൈൽ അല്ലേ, ഓർത്തോ. ഈത്തൈലും ഈ ഇലക്ട്രോഫൈലും എന്ത് ബന്ധ? മെറ്റ. അപ്പൊ ഇവിടെ വന്നാൽ അതൊരു പ്രൊഡക്റ്റ് ആണ്. ഇവിടെ വരുന്നു ഐഡന്റിക്കൽ ആണോ? അല്ല. ഇവിടെ വന്നാൽ ഈത്തൈലുമായിട്ടാണ് ഓർത്തോ, മീത്തൈലുമായിട്ട് മെറ്റയാ. ഇവിടെ വന്നാലോ മീത്തൈലുമായിട്ടാണ് ഓർത്തോ, ഈത്തൈലുമായിട്ട് എന്താ? മെറ്റയാ. അപ്പൊ ഇവിടെ വരുന്നു വേറെ തന്നെ പ്രൊഡക്റ്റ്. അപ്പൊ ഇവിടെ 1 ചാൻസ്, ഇവിടെ 2ാമത്തെ ചാൻസ് ആയി. ഇവിടെ വന്നാലോ, ഈ പൊസിഷനിൽ വന്നാലോ മീത്തൈലുമായിട്ട് പാര, ഈ പൊസിഷനിൽ വന്നാൽ ഈത്തൈലുമായിട്ട് മെറ്റ. ഓക്കെ. ഈ പൊസിഷനിൽ വന്നാൽ കേട്ടോ, ഈ പൊസിഷനിൽ വന്നാലോ, ഈ ഒരു പൊസിഷനിൽ വന്നാലോ ഈത്തൈലുമായിട്ട് പാര, മീത്തൈലുമായിട്ട് മെറ്റ. അപ്പൊ ഇവിടെ വരുന്ന വേറെ തന്നെ പൊസിഷനാ, വേറെ തന്നെ പ്രൊഡക്റ്റാ. അപ്പൊ 1, 2, 3, 4 പ്രൊഡക്റ്റ് കിട്ടും. അതുകൊണ്ട് ഇയാൾ നമുക്ക് എന്ത് ചെയ്യാൻ കൂട്ടാം? ഇതൊരു ഐസോമർ ആയിട്ട് കൂട്ടാം. ഇതേപോലെ ഇനി ഇവിടെ നോക്കാം. ഓക്കെ. ഇത് നോക്കാം. ഇവിടെ വന്നാൽ ഈത്തൈലുമായിട്ടും മീത്തൈലുമായിട്ടും ഓർത്തോ, അപ്പൊ ഒരു പ്രൊഡക്റ്റ്. ഇവിടെ വന്നാലോ ഈത്തൈലുമായിട്ട് പാര, മീത്തൈലുമായിട്ട് ഓർത്തോ, രണ്ടാമത്തെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാം. ഇവിടെ വന്നാലോ ഇയാളുമായിട്ടും മെറ്റ, അപ്പൊ 3. ഇവിടെ വന്നാലോ ഇയാളുമായിട്ട് ഓർത്തോ, ഇയാളുമായിട്ട് മെറ്റ, അത് വേറെ തന്നെ കോമ്പൗണ്ടാ. ഇവിടെ ഓക്കെ. അപ്പൊ 4 പ്രൊഡക്റ്റ് ഇവിടെ കിട്ടും. അതുകൊണ്ട് ഇയാളെ നമുക്ക് കൂട്ടാം. ഇയാൾ കൂട്ടാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഇവിടെ വന്നാലും ഇവിടെ വരുന്നത് കണക്കാം. കാരണം എന്താ? ഇവിടെ വന്നാൽ ഇയാളുമായിട്ട് ഓർത്തോ, ഇയാളുമായിട്ട് മെറ്റ. ഇവിടെ വന്നാലോ ഇയാളുമായിട്ട് ഓർത്തോ, ഇയാളുമായിട്ട് മെറ്റ, കണക്കാം. അതേപോലെ ഇവിടെയും കണക്കാം. അപ്പോൾ 2 പ്രൊഡക്റ്റേ പോസിബിലിറ്റി ഉള്ളൂ, 4 പ്രൊഡക്റ്റ് പോസിബിൾ ഉള്ളൂ. അതുകൊണ്ട് ഇയാളും കൂട്ടാൻ പറ്റില്ല. സാറേ അപ്പൊ ഇങ്ങനെ വരച്ചൂടെ? C9H12 ഇതും C9H12 അല്ലേ? പക്ഷെ ഇതൊരിക്കലും പോസിബിലിറ്റി ഇല്ല. കാരണം ഇവിടെ ആകെ 3 പൊസിഷനെ ഫ്രീ ഉള്ളൂ. അപ്പം 3 ഭാഗത്തോ, അപ്പൊ 3 ഡിഫറെന്റ് പൊസിഷനിലോട്ട് ഇലക്ട്രോഫൈലിനെ വരാൻ പറ്റുള്ളൂ.
പക്ഷെ ഇവിടെ 4 ഡിഫറെന്റ് നോൺ ആലിഫാറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കണ്ടേ, അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു പോസിബിലിറ്റി നോക്കുക തന്നെ വേണ്ട. ഇപ്പൊ രണ്ടാൾക്ക് ഇയാൾക്ക് കുറെ ഐസോമേഴ്സ് ഉണ്ട്, കുറെ ഉണ്ട്. അതിൽ ബേസ് ടെസ്റ്റ് നെഗറ്റീവ് ആവുക എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ഡബിൾ ബോണ്ട് ഒന്നും കൊടുക്കാൻ പാടില്ല. പിന്നെ അപ്പൊ സിംഗിൾ ബോണ്ട് ഉള്ളവർ അങ്ങനെ വരയ്ക്കുമ്പോൾ തന്നെ കുറെ പോസിബിലിറ്റി ഉണ്ട്. ഞാൻ പോസിബിലിറ്റിയിൽ 4 ഡിഫറെന്റ് ആരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ തരുന്നത് ഈ രണ്ടാൾക്കേ ഉള്ളൂ. അപ്പൊ എന്താ ആൻസർ വരിക? 2 ആണ് എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരും. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് പണിയുണ്ട്, എന്നാലും നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹൈഡ്രോ കാർബൺ എന്നുള്ള ചാപ്റ്ററിൽ അല്ലെങ്കിൽ സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് എന്നുള്ള ഭാഗത്തിലെ ചോദ്യമാണ് ആക്ച്വലി ഇത്.